അപ്പൊ തുടങ്ങട്ടെ. ഫാഹിം അല്ലെ, തിരുത്തണ്ടേ ഇതൊക്കെ? നല്ല പ്രായമുണ്ട്. അതാണ് ഹാർട്ട് ബ്രേക്ക്. അത് ആദ്യത്തെ ഫസ്റ്റ് അല്ലേ ചോദിച്ചേ? എല്ലാം പറയാൻ പറ്റത്തില്ല, ഇതൊന്നും പോരാ. ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു ICG. നമ്മൾ മലയാളത്തിൽ അധികം അങ്ങോട്ട് കണ്ടുവരാത്തതാണ് ഈ വെബ് സീരീസുകളൊക്കെ സീസൺ 1 ഇറങ്ങുക, അത് സൂപ്പർ ഹിറ്റ് ആകുക, പിന്നീട് സീസൺ 2 ഇറങ്ങുക എന്നുള്ളത്. അപ്പം സിനി ഫയൽസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് കേരള ക്രൈം ഫയൽ സീസൺ 2 വരെയാണ്. ആൻഡ് എന്നോടൊപ്പം ഇപ്പം സീസൺ 2 ഗാങ് ആണ്, ടീം സീസൺ 2 ജോയിൻ ചെയ്യാണ്. ഹായ്, വെൽക്കം അർജുൻ, നൂറ, രഞ്ജിത്ത് ആൻഡ് ഫറ. ഹലോ. ഹലോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ സീസൺ 2 ആൾക്കാരാണ് നമ്മൾ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടതാണ്. അപ്പം നിങ്ങൾ പറയൂ, ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് ആ ഒരു ഹോൾ വെബ് സീരീസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു അബൌട്ട് ദ ഫസ്റ്റ് പാർട്ട്? ഫസ്റ്റ് പാർട്ടില് അർജുൻ തുടങ്ങി. ഫസ്റ്റ് പാർട്ടിൽ അതിൻ്റെ ഒരു പേസിങ്, പിന്നെ ഈ പോലീസുകാരുടെ ഒരു പേഴ്സണൽ ലൈഫും അവരുടെ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെയാണ് അവർ ജസ്റ്റ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സീരീസ്, പക്ഷേ അതിലൊരു പേഴ്സണൽ ലൈഫിൻ്റെ ടച്ച് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് പിന്നെ ദ വേ ടു ഷോട്ട്. ഐ തിങ്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള വെബ് സീരീസ് ആയിരുന്നു അത്. സോ ദോസ് തിങ്സ്. ഓക്കെ, നൂറിനോ? എനിക്ക് പറഞ്ഞത് നമ്മൾ ഈ സാധാരണ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പോലീസ് ഒരു ക്രൈം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അതിന്റെ ക്രൈമിന് പിന്നാലെ പോകുമ്പോൾ ഉണ്ടാകുന്ന കുറെ ക്ലീശേ സംഭവങ്ങളുണ്ട്, നമുക്ക് അറിയാം അത് ഇങ്ങനെയായിരിക്കും. അപ്പൊ അതൊന്നും ഇല്ലാതെ ഭയങ്കര പ്ലെയിൻ ആയിട്ട് സാധാരണ പോലീസുകാർ എങ്ങനെയാണോ കോൺവെർസേഷൻസ് അവർ തമ്മിലുള്ളത്, പിന്നെ ഈ പോലീസുകാരുടെ ലൈഫ്, അവർക്കിടയിൽ സംസാരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ട് ഭയങ്കര ഭയങ്കര പ്ലെയിൻ ആയിട്ട് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു ത്രില്ലറിനെ കറക്റ്റിങ് ഫോം ചെയ്ത കോമ്പാക്ട് ഒരു പാക്കേജ് ആക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഓക്കെ ഓക്കെ, ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്തും ചേച്ചിയുടെ അടുത്തും രജിതയുടെ അടുത്തും ചോദിക്കുകയാണ്, സീസൺ 2 നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹുക്ക് ചെയ്തിട്ടുള്ള സംഭവം എന്താണ്? ഇപ്പോൾ സീസൺ 1 പറ്റിയിട്ട് നമ്മൾ കേട്ടു. യു ഗൈസ് ടോക്ക് അബൌട്ട് സീസൺ 2. സീസൺ 2 എനിക്ക് തോന്നുന്ന സീസൺ 2 മേജർ അട്രാക്ഷൻ ഇരിക്കുന്നത് ബാഹുവിൻ്റെ സ്ക്രിപ്റ്റ് ആയിരിക്കും. അപ്പം ഈ സ്ക്രിപ്റ്റ് ഞാൻ വായിക്കുന്ന സമയത്ത് കിഷ്കിന്ധ ഇറങ്ങിയിട്ടില്ല. അപ്പം ഇതാരാ എഴുതിയത്? ഇതിൽ മറ്റേ ഇല അനങ്ങുന്നവരെ പുള്ളി എഴുതിയിട്ടുണ്ട്. പുള്ളിയുടെ സ്ക്രിപ്റ്റ് ഭയങ്കര ക്രൈം ത്രില്ലർ സംഭവമാണല്ലോ. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിരിക്കും. എനിക്കൊന്ന് 1 in a million കേസാണ് അങ്ങനെ ഒരു റൈറ്റിംഗ് വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞ ഉടനെ അഹമ്മദിനോട് ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് എടുക്കാൻ പോകുന്നതെന്നാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ബാഹുവിൻ്റെ സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചേച്ചി പറയൂ. എന്നെ ഇതിൽ ആദ്യം എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഡെഫിനറ്റ്ലി ഹോൾ ടീം. ബിക്കോസ് അഹമ്മദിൻ്റെ ആണെങ്കിലും നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. അതേപോലെ സെറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അവരുടെ ആ എനർജി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ എന്തെങ്കിലും പെർഫോമൻസസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് നന്നായിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ബ്രീഫ്. നമുക്ക് ഓരോരുത്തർക്കും ഫീഡ് ചെയ്ത് തരുന്ന ക്യാരക്ടറിനെ കുറിച്ചും ക്യാരക്ടർ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഓക്കെ ലൈക്ക് മുന്നേയുള്ള സിനിമകൾ വെച്ച് അല്ലെങ്കിൽ മുന്നേയുള്ള പെർഫോമൻസസ് വെച്ചിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പെർഫോമൻസസ് ബിക്കോസ് ഐ ഫെൽറ്റ് എ ഡിഫറൻസ് ആസ് ഇൻ അത്രയും നന്നായിട്ട് നമുക്കൊരു ബ്രീഫ് കിട്ടുമ്പോൾ. അപ്പോൾ അത് എല്ലാവരിലും വന്നിട്ടുണ്ടെങ്കിൽ ഐ എം ഷുവർ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഒരു എക്സ്ട്രാ ഓർഡിനറി സാധനമായിരിക്കും. പിന്നെ ബാഹുവിൻ്റെ സ്ക്രിപ്റ്റ് ഈസ് ഡെഫിനറ്റ്ലി ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ദ കോൺഫിഡൻസ് ഹി ഹാസ്, ലൈക്ക് നമ്മളോട് പറയുമ്പോഴും എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ഉണ്ട് നമ്മൾ ചോദിക്കുന്ന സമയത്ത്. അങ്ങനെയുള്ള മേക്കേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നൂറൻ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണല്ലോ ഇപ്പോൾ. അപ്പം ഇവർ ഈ സ്ക്രിപ്റ്റിനെ പറ്റി ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് സംതിങ് ടു ആഡ് ഓൺ ടു ഇറ്റ്. അല്ല, ഉറപ്പായിട്ടും ഞാൻ ബാഹുലിനെ എവിടുന്നാണ് എനിക്കങ്ങനെ അതും അറിയേയില്ല. അപ്പം നമ്മൾ ആ സമയത്തേക്ക് ഓൾറെഡി ഇപ്പം ഞാൻ ഈ പറഞ്ഞ എഴുതുന്ന പടം കഴിഞ്ഞ ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പോൾ ആസ് എ റൈറ്റർ ബാഹുൽ എടുക്കുന്ന ഇൻവോൾവ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോർമലി എല്ലാവരും എടുക്കാറുണ്ട്, ബട്ട് സ്റ്റിൽ ഇപ്പം ബാഹുലിന് ഭയങ്കര ക്ലിയർ ഐഡിയ ഉണ്ട്. ഇങ്ങനെ ഒരു വാക്ക് പറയണ്ട, അല്ലെങ്കിൽ അതിന് പകരം ഇത് പറഞ്ഞാൽ മതി. അത് ഇപ്പം നമ്മളാണെങ്കിൽ പോലും ചില സീനിയർ ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ ചില നമ്മൾക്ക് അഭിനയിക്കുന്ന ഒരു കംഫർട്ടബിൾ ചിലപ്പോൾ ഇന്ന വാക്ക് അവർക്ക് വഴങ്ങില്ലായിരിക്കാം, അല്ലെങ്കിൽ അതിന് അവർ ഓൾട്ടർനേറ്റീവ് ഒരു ഓപ്ഷൻ പറഞ്ഞു തരായിരിക്കും. അപ്പം അത് ഇൻ കേസ് അത് കഥയായിട്ട് പോകുമെങ്കിൽ ഓക്കെ, അവരുടെ ആർട്ടിസ്റ്റിന് കംഫർട്ടബിൾ അത് ചെയ്തോട്ടെ നമ്മൾക്ക് വിചാരിക്കുകയാണ്. അപ്പം ബാഹുലിന് പക്ഷെ അതിൽ ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. ഇത് ഇങ്ങനെ ഒരു വാക്ക് വന്നാൽ ചിലപ്പോൾ അതിങ്ങനെ ആവും,
അപ്പം എനിക്ക് ഇത് തന്നെ പോകുമ്പോൾ എനിക്ക് എൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ചില വാക്കുകൾ എനിക്ക് പെട്ടെന്ന് കിട്ടണം എന്നൊന്നുമില്ല. അപ്പൊ ഞാൻ നമ്മൾ ഈ എന്താ പറയാ നോർമൽ ലാംഗ്വേജ് വർത്താനം പറയുമ്പോൾ ചില വാക്ക് എനിക്ക് ചിലപ്പം ഒരു ഡയലോഗിൽ പെട്ടെന്ന് ഇങ്ങനെ കിട്ടൂല. അപ്പൊ ഞാനിങ്ങനെ ബാബുവിനോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ അതിന് പകരം സെയിം മീനിങ് വരുന്ന വേറൊരു വാക്ക് പറഞ്ഞോട്ടെ എന്ന് ഞാൻ ചോദിക്കും. അപ്പൊ അത് പറ്റില്ല, നമുക്ക് ഇതൊന്നും പറയുന്ന അടുത്ത് പഠിപ്പിച്ച് അത് വരും. ഓക്കെ, നമുക്ക് രണ്ടു തൊട്ട് ചെയ്ത് നോക്കാം. അതിനുള്ള ബേസിക് റീസൺ പുള്ളി 250 പ്രാവശ്യം പറഞ്ഞത് എഴുതുന്നത്. ഭയങ്കര പേഷ്യൻസും ആണ്. എനിക്ക് അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പം ഇനി നാളെ ഞാൻ അടുത്തൊരു സംഭവം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഈ ബ്രീഫ് ചെയ്ത് തരുന്നത് ഭയങ്കര കിടിലായിട്ട് ചെയ്യും. അതിപ്പം അബദ്ധക്കായും ചെയ്യും. ബട്ട് പുള്ളി ബാബുവിന് നമുക്ക് എൻറ്റയർലി ഇരുത്തി അതിന് വേണ്ടി ഒരു സ്പേസ് എടുത്ത് സ്പെഷ്യലി ചെയ്തു തരാറുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ പിന്നീട് ഒരു സാധനം ചെയ്യുമ്പോൾ അതുപോലെ വന്ന് അഭിനയിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, ഒരു കുറച്ച് ഇൻസ്പയർഡ് ആവാറുണ്ട് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളത്. ഇപ്പം ഇവിടെയുള്ള എല്ലാ ഇന്റർവ്യൂ നമ്മളെല്ലാവരും ബാബുവിനെ പറ്റി പറയണം. സോ അത് പുള്ളി എടുത്തൊരു എഫേർട്ടാണ്. അപ്പോൾ നാളെ നമ്മളെ പറ്റി ഇങ്ങനെ പറയണമെന്ന് നമുക്കൊരു ഫീലിംഗ് വരുമല്ലോ. സോ അത് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ ഒരു ഇൻസ്പിറേഷൻ കൂടിയായിരുന്നു എന്ന് പറയാം അല്ലേ? ഓൾറൈറ്റ്. അവരെല്ലാ ഡയലോഗ്സും പഠിക്കുമായിരുന്നു. ജോബി ആണെങ്കിലും ബാഹുൽ ആണെങ്കിലും ഇവൻ ഒരു അര പേജ് ഉള്ളതാണെങ്കിലും അവർ രണ്ടുപേരും ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, ആരാണ് ആദ്യം പഠിക്കുന്നത്. നമ്മളെടുത്ത് പറയുമോ ഞാൻ പഠിച്ചു, ഞാൻ അങ്ങനെ അത്രയും ഇൻവോൾവ് ആയിരുന്നു അവര്. അങ്ങനെയൊക്കെ കാണുന്നത് ഡയലോഗ് പറയുന്നല്ലേ, ഇത് ചിലപ്പം വന്നിട്ട് പറയും നമുക്ക് എന്താ ഇത് 2x പിടിക്കാം, അത്രയും സ്പീഡിൽ പറഞ്ഞു. ഒരു പേജ് ആയിരിക്കും, ആ പേജ് 2x പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പോകും. അപ്പൊ നമ്മളത് റീടേക്സ് ഒക്കെ ഒരുപാട് വേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക്? ഒരുപാടല്ല, പക്ഷേ വേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, സീസൺ 1 ഏറ്റവും മുഖ്യമായിട്ട് അജു വർഗീസ് ആൻഡ് ലാൽ സാർ ആണ് ഷോൾഡർ ചെയ്തിട്ടിരുന്നത്. ഇപ്പൊ സീസൺ 2 വരുമ്പോൾ അർജുൻ റെസ്പോൺസിബിലിറ്റി ലൈസ് വിത്ത് യു ഓൾസോ എന്ന് എനിക്ക് തോന്നുന്നു, മെജോറിറ്റി അല്ലേ? അതെ, ദ സീസൺ സ്റ്റാർട്ട്സ് വിത്ത് ഈ ക്യാരക്ടറിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായിട്ട് വരുന്ന ക്യാരക്ടറാണ്. പിന്നെ KCF യൂണിവേഴ്സിലൊരു പുതിയ ക്യാരക്ടർ. സോ അതിൻ്റെ ഒരു പ്രഷർ ഉണ്ട്. ഓഫീസർ നെയിം എന്താണ്? നോബിൾ, SI നോബിൾ. SI നോബിൾ, ഓക്കെ. സോ ആ പ്രഷർ ഉണ്ട്, പക്ഷേ ഇറ്റ്സ് എ നൈസ് പ്രഷർ. നമ്മള് കണ്ണൂർ സ്ക്വാഡില് വില്ലനായിട്ട് കണ്ടിട്ട് ഇതിൽ ഇത്ര ഒരു ഹാൻസം ഹങ്ക് ആയിട്ടുള്ള പോലീസ് ഓഫീസറായിട്ട് കാണുമ്പോൾ അല്ല, ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അല്ലേ നല്ലൊരു കാര്യമാണത്, പോലീസായിട്ടും കള്ളനായിട്ടും ഒക്കെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത്. ഹങ്കൊന്നുമില്ല, ഇത് വെരി സിമ്പിൾ ഓഫീസർ. ഞങ്ങൾ പറയാമത്, ഞങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ട് പറയാൻ കള്ളനായിട്ടാണോ പോലീസ് സ്വന്തമായിട്ട് എളിമ വേണ്ട. കുറച്ച് സംസാരിക്കുള്ളൂ അർജുൻ പൊതുവേ. എന്നാ അർജുൻ അടുത്ത് തന്നെ ചോദിക്കാം. ഇപ്പൊ ഫസ്റ്റ് സീസൺ ഇറങ്ങിയിട്ട് രണ്ടാമത്തെ സീസണിലേക്ക് ഇത്രയും ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഓഫീസറായിട്ട് നോബിളായിട്ട് വരികയാണ്. ഓഫീസർ നോബിളായിട്ട് എന്താ പോസ്റ്റ്? SI നോബിളായിട്ട് വരികയാണ്. അപ്പം ഫസ്റ്റ് സീസൺ കണ്ട എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്തിരുന്നു? പറയൂ, കേക്കട്ടെ. എത്ര വട്ടം കണ്ടു? എല്ലാരും ആൻസർ ചെയ്യണം. ഞാൻ ആക്ച്വലി ഫസ്റ്റ് സീസൺ കണ്ടത് സെക്കൻഡ് സീസണിൽ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ്. ശരിക്കും അഹമ്മദ് വന്നത് പിച്ച് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, സോറി അഹമ്മദ്, ഞാൻ ഈ ഷോ കണ്ടിട്ടില്ല. ബട്ട് ഹി വാസ് വെരി സ്വീറ്റ്, ഹി സെഡ് നോ പ്രോബ്ലം. പിന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ചോദിച്ചു, നീ സീസൺ 1 കണ്ടോ? ഇല്ല, ഇപ്പൊ കാണാൻ എനിക്ക് ഇനി റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. സോ ഞാൻ ആക്ച്വലി അപ്പൊ ഈ ഷൂട്ടിന് പോയപ്പോ അജു ചേട്ടന്റെ ക്യാരക്ടറായിട്ടോ ലാൽ സാറിന്റെ ക്യാരക്ടറായിട്ടോ കോമ്പിനേഷൻ ഇവരൊക്കെ ആരാ? ഇറ്റ്സ് എ വെരി സക്സസ്ഫുൾ ഷോ. ഇതെല്ലാം അറിയാം, ക്യാരക്ടർ പിന്നെ അജു ചേട്ടന്റെ ക്യാരക്ടർ, പക്ഷെ അതായിട്ടൊന്നും അറിഞ്ഞൂടാ. ഓക്കെ, ഈ ക്ലബിൽ ജോയിൻ ചെയ്യാൻ വേറെ ആരെങ്കിലും? ഇവരെല്ലാം ഞാനൊക്കെ ഞാൻ കണ്ടിരുന്നത്. എത്ര വട്ടം കണ്ടു ഫസ്റ്റ് സീസൺ ഇതിന് വേണ്ടിയിട്ട്? റീവാച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, അത് കാണേണ്ട ആവശ്യമില്ല ഇത് ചെയ്യാൻ. ആക്ച്വലി അങ്ങനെ ഇത് വേറെ അത്രേ ഉള്ളൂ. ഈ സീസൺ 2 വരുമ്പോൾ എങ്ങനെയാണ് എക്സിസ്റ്റിംഗ് ക്യാരക്ടേഴ്സിന്റെ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ? ഇപ്പം നവാസിക്കൊക്കെ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? പ്രൊമോഷൻ കിട്ടിയിട്ടില്ല. സഞ്ജുവിന് കിട്ടിയിട്ടുണ്ട്, SI ആയിട്ടുണ്ട്. ഓക്കെ, വേറെ എങ്ങനെയാണ് അജു ചേട്ടന്റെ ക്യാരക്ടറൊക്കെ? അജു ചേട്ടന്റെ ക്യാരക്ടറും പ്രൊമോഷൻ ആയില്ലേ? CA ആയിട്ടുണ്ട്.
ആ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് ബിക്കോസ് ഫസ്റ്റ് സീസൺ ഒന്ന് 2013 ആയിരുന്നു. Yeah, ഇതിപ്പോ ഇത് കറന്റ് ഇത്ര ടൈം വ്യത്യാസമുണ്ട്. 10 ഇയേഴ്സിന്റെ ഗ്യാപ്പ്. നവാസ്പിക്ക് വെച്ച് ബാക്കി എല്ലാവർക്കും പ്രൊമോഷൻ. പാവ മനുഷ്യൻ. നവാസിക്കും കൂടെ പ്രൊമോഷൻ കൊടുക്കാറുണ്ട്. അപ്പം ഇതിനകത്ത് ഇതിന്റെ സീസൺ 2 നിങ്ങൾ പറഞ്ഞ പോലെ സീസൺ 1 ആയിട്ട് യാതൊരു ബന്ധം ഇല്ല എന്നുള്ളത് നമ്മൾ ട്രെയിലർ കാണുമ്പോഴാണ് കുറച്ചൊക്കെ നമ്മൾ ഓഡിയൻസിന് മനസ്സിലാകുന്നത്. ഓഡിയൻസിനെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇന്ദ്രൻ സേട്ടൻ്റെയും ഹരിശ്രീ അശോകൻ സാറിൻ്റെയും ഒരു പ്രസൻസ് ആണ് സീസൺ 2. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങളൊക്കെ ഇപ്പം അല്ലേ മലയാള സിനിമയിലെ യൂത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള വെറ്ററൻസിൻ്റെ കൂടെ ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ കോമ്പിനേഷൻ സീൻ ഇല്ലെങ്കിൽ തന്നെ അവരുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്ന ആ ഒരു ഹാപ്പിനെസ്സിനെ പറ്റിയിട്ട് ഉത്തരം വന്നാലും പാസ് ചെയ്യാണ്. അല്ല അപ്പോൾ തുടങ്ങാം. തുടങ്ങട്ടെ. ലാൽ സാറായിട്ടും ഹരിശ്രീ അശോകൻ സാറുമായിട്ടും ആണ് എനിക്ക് ചെറുത് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അവർ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈല് ഉള്ള ആൾക്കാരാണ്. നമ്മൾ ഇപ്പം ഹരിശ്രീ അശോകൻ ചേട്ടനൊക്കെ ആണെങ്കിൽ നമ്മൾ കോമഡി സാധനങ്ങൾ ഇപ്പോഴും ഒരുപാട് റിവാച്ച് ചെയ്യാം, ആ ഡയലോഗ്സ് പറയുകയും ഒരു എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഡയലോഗ്സ് ലഞ്ച് കഴിക്കാനിരിക്കുമ്പോഴേ യൂട്യൂബിൽ വെറുതെ ഇവരുടെ കോമഡി കണ്ടിട്ടാണ് നമ്മൾ അങ്ങനത്തെ ആൾക്കാരല്ലേ. അപ്പൊ അതൊരു ഡ്രീം കം ട്രൂ പോലെ തന്നെയാണ്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കൂടുതൽ കോമ്പിനേഷൻസ് അല്ല എനിക്ക് കോമ്പിനേഷൻ സീൻ ഒന്നുമില്ല, പക്ഷെ ജസ്റ്റ് ടു സീ ദം ഓൺ സെറ്റ് വാസ് നൈസ്. ബിക്കോസ് ഇവരെ ഇത്ര കാലം കൊണ്ട് സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സഡൻലി ദേ ആർ ഇൻ ഫ്രണ്ട് ഓഫ് യു. പിന്നെ ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ ലുക്ക് ഫുൾ ഡിഫറെൻ്റ് ആണ്. സോ ടു സീ ദാറ്റ്, ടു സീ ദം ഇൻ ദീസ് ഡിഫറെൻറ്റ് റോൾസ്, ലെറ്റ് സീ എങ്ങനെയാണ് ഷോയില്. അതാണ് എനിക്ക് ആക്ച്വലി നിങ്ങളുടെ അടുത്ത് ഇപ്പം SI നോവലിനെ പറ്റി ചോദിച്ചെങ്കിലും നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ പറ്റി ചോദിച്ചെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റിവീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ക്രൈം ത്രില്ലർ ആണല്ലോ. എങ്കിലും ഒരു അവതാരിക എന്നുള്ള നിലയിൽ എൻ്റെ ഡ്യൂട്ടിയാണത് ചോദിക്കേണ്ടത്. സോ പ്ലീസ്. ഞാനിതില് അവർക്ക് മാത്രം പറയാം. ഞാൻ നോവലിന്റെ വൈഫ് സ്റ്റെഫി എന്നാണ് എന്റെ പേര്. വൈഫായിട്ടാണ് ചെയ്യുന്നത്. വളരെ നമ്മളൊക്കെ നമ്മൾ കാണാറുള്ള വൈഫ്മാരെങ്ങനെയാണ് അതുപോലത്തെ ഒരു വൈഫ് അല്ലേ? അതെങ്ങനെയാണ് നൂറിനായിട്ട് ആ വൈഫിന് അപ്പൊ എന്തെങ്കിലും റിലേറ്റബിലിറ്റി ഉണ്ടോ? റിലേറ്റബിൾ ആണോ ആ ക്യാരക്ടർ സ്റ്റെഫി? ചിലടത്തൊക്കെ ഉണ്ട് ചെറിയ ചെറിയ സിമിലാരിറ്റീസ്. എനിക്കിപ്പം എന്നോടത് തോന്നിയിട്ടുണ്ട്. അല്ല എന്ത് പറഞ്ഞാലോ ഞാൻ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ആണ്, സെയിം ടൈം സെൻസിറ്റീവ് ആണ്, ഇൻഡിപെൻഡന്റ് ആണെന്ന് വെച്ചാൽ ആണ്. കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്റ്റെഫിക്കും അറിയാം, എനിക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബട്ട് സ്റ്റിൽ ഹസ്ബൻഡ് ഒരു സപ്പോർട്ട് കെയർ അല്ലെങ്കിൽ അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു ഭയങ്കര ടോക്സിക് ആയിട്ട് ഹസ്ബൻഡ് അങ്ങനെ നിൽക്കുന്ന ഒരാളല്ല. പുള്ളിക്കാരനെ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പുള്ളിയുടെ കാര്യങ്ങൾ ഉണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന, എന്നാൽ അത് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അവരുടെ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു യങ് കപ്പിൾ, ഹസ്ബൻഡ് ഒന്നൊരു പോലീസ് ഓഫീസറാണ്, അവരുടെ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. എങ്ങനെയാണ് വർക്ക് ലൈഫും മാരിഡ് ലൈഫും ഒരേപോലെ ബാലൻസ് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ആണോ SI നോബിൾ? അതിനുവേണ്ടി ഷോ കാണണം. ഓ ഓക്കെ, എന്നാ ഷോ കാണണ്ടാത്തൊരു കാര്യം ഞാൻ ചോദിക്കാം. ഫഹീം എങ്ങനെയാണ് വർക്ക് ലൈഫും? ഇപ്പൊ ബബ്ബയുടെ ഒക്കെ തിരക്കിലാണ്, ബബ്ബയുടെ തിരക്കിലായിരിക്കും. ഒരു ബി എ കൂടെ ഇല്ലേ? ബബ്ബ അതല്ലേ ഞാനും പറഞ്ഞത്. ഭയം ഭക്തി ബഹുമാനം 3 B അതന്നെ ഞാൻ പറഞ്ഞ ബബ്ബ അല്ലേ? ഓക്കെ, എന്തായാലും അതിന്റെ തിരക്കിലാണ് രണ്ടുപേരും എന്നറിയാം. സ്റ്റിൽ വർക്ക് ലൈഫും കല്യാണം കഴിഞ്ഞിട്ടുള്ള പേഴ്സണൽ ലൈഫും ബാലൻസ് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ആണോ? നമ്മളിപ്പോഴും കുറച്ച് ബാച്ചിലർ പോലെ മൊത്തത്തിൽ ജീവിക്കുന്നത്. നമ്മുടെ ഫ്ലാറ്റിൽ വരുന്നവർക്ക് അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. പക്ഷെ വർക്ക് ലൈഫിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. ചില സമയത്ത് നമുക്കിങ്ങനെ തോന്നിയോ നമ്മുടെ ടൈം എടുക്കുന്നതിന്, സ്പേസ് എടുക്കുന്നതിന് നമുക്ക് തോന്നാറുണ്ട്. അത് ഉറപ്പായിട്ടും തോന്നും. ഇല്ല നമ്മൾ വെറുതെ കളാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അറ്റ്ലാസ്റ്റ് ഇതൊക്കെ ഈ സമയത്ത് നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്താൽ ഒരു നെക്സ്റ്റ് പോയിന്റിൽ നമുക്ക് കുറച്ച് സമാധാനമായിട്ട് നമുക്കിടയിലുള്ള സമയം കണ്ടെത്താൻ പറ്റുന്നൊരു ഹോപ്പിൽ നമ്മൾ പോകുന്നത്. അത് രണ്ടുപേരും ഇപ്പം അവൻ കുറച്ച് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാറുണ്ട്, ഞാൻ കുറച്ച് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ തന്നെ ഇത് മുന്നോട്ട് പോവുള്ളൂ. നമ്മൾ രണ്ടുപേരും അതിൽ ഹാപ്പിയാണ് പോകുന്നത്. സോ വർക്കും പിന്നെ നമുക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്ത കാര്യം രണ്ടുപേരും ഒരേ ജോലിയാണ് ചെയ്യുന്നത്.
ഒരുമിച്ച് നിന്ന് ഇപ്പം പടം എഴുതുന്ന പോലെ നമ്മൾ ഒരുമിച്ചാണ്. സിനിമയിൽ തന്നെ രണ്ടും, ഒരാൾ റൈറ്റർ, ഒരാൾ ആക്ടർ, അല്ലെങ്കിൽ ഒരാൾ ഡയറക്ടർ, ഒരാൾ കോസ്റ്റ്യൂം ഡിസൈനർ, അങ്ങനെ പോലും അല്ല. അത് രണ്ടും ഒരേ സംഭവം ചെയ്യുമ്പോൾ നമുക്ക് കുറെ സമയങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ഒരുമിച്ച് കിട്ടുന്നുണ്ട്. പക്ഷെ അത് അറ്റ് ദ സെയിം ടൈം വഴക്കുണ്ടാവാനും ചാൻസ് ആണ്. കാരണം നമ്മള് ഫ്രണ്ട്സ് പോലെ വർത്തമാനം പറയുമ്പോഴും എപ്പോഴും ഈ റിലേഷൻ വരും അതിന്റെ ഇടയിൽ. അപ്പോ ഇത് ബാലൻസ് ചെയ്ത് പോകുന്നത് ഒരു എന്തോ പടക്കം സഹായിച്ചില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ ഒരു സിനിമയ്ക്ക് കഥ എഴുതാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പൊ നിങ്ങളുടെ ഒരു കല്യാണത്തിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റിംഗ് ആയിരിക്കുന്ന സമയത്തെ ഈ ഒരു പ്ലാൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ, നമുക്ക് ഒരുമിച്ച് ഒരു പടത്തിന് കഥ എഴുതണം എന്ന്? മുന്നേ നമ്മളിങ്ങനെ ആയി അവസാനം എന്നാ പിന്നെ ഒരുമിച്ച് അങ്ങോട്ട് കല്യാണം. എന്തായാലും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യണം. ഇതിപ്പോ ഓക്കെ ആണല്ലോ, രണ്ടുപേരും തമ്മിൽ സിങ്ക് ഉണ്ടല്ലോ, അങ്ങനെ ഗ്രാജുവലി അങ്ങനെ ആയതാണ്. പക്ഷെ എന്നാലും എനിക്ക് ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു. അതായത് വർക്ക് പ്ലേസിലും ഒരു മുഖം, വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നാലും ഒരു മുഖം. അതെങ്ങനെയാണ്? എനിക്ക് ഓക്കെയാണ്. ഇന്ന് പോയിട്ട് ചോദിക്കും. ഓക്കെ, ഈ ദിലീപേട്ടൻ അതിനകത്തേക്ക് വരണം എന്നുള്ളത് അന്നേ ഉണ്ടായിരുന്നോ മനസ്സിൽ? ആക്ച്വലി നമ്മൾ ഈ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നമ്മൾ വിചാരിച്ചാണ് ഇപ്പോഴത്തെ കാസ്റ്റ് ആയിക്കോട്ടെ, പടത്തിന് ഇപ്പം കിട്ടുന്ന ഒരു ആളുകൾ അതിനെ പറ്റി ചോദിക്കുമ്പോഴൊക്കെ നമ്മളിതൊരു ചെറിയ നമ്മൾ രണ്ടുപേരും എഴുതിയ, നമുക്കറിയാം നമ്മളെ കൊണ്ട് എന്താ പറ്റുക എന്നുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മളൊരു കോമഡി പോലത്തെ ഒരു പടം എന്ന രീതിയിൽ തുടങ്ങിയതാണ്. പതിയെ പതിയെ ഇതിനകത്തുള്ള ആളുകൾ മാറുന്നു, പ്രൊഡക്ഷൻ വരുന്നു, അപ്പം കുറെ ഇൻപുട്ടുകൾ വരുന്നു. അത് നമ്മൾ വിചാരിക്കാതെ ഒരു ലെവലിലേക്ക് ഇങ്ങനെ, ഇപ്പം ഷൂട്ടിംഗ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ദൈവം സഹായിച്ച ഒരു ടൈമിൽ ഇങ്ങനെ വന്നു പോകുന്നതാണ്. അപ്പൊ അതില് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആരും മറന്നു ഞാൻ. അല്ല, അങ്ങനെ ദിലീപേട്ടൻ അങ്ങനെ വെച്ച് വന്നതല്ല. പക്ഷെ കറക്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്തപ്പോ ഓക്കെ, ബെസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നി അങ്ങനെ ദിലീപേട്ടൻ ജോയിൻ ചെയ്യുന്നു. ഇതിൽ എല്ലാ കാസ്റ്റും അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്ന മുകളിലേക്ക് നമുക്ക് കിട്ടിയത് അങ്ങനെയാണ്. ഓക്കെ, വിചാരിച്ചതിന് മുകളിലേക്ക് കിട്ടി. അങ്ങനെയല്ല, എല്ലാ കാര്യം അങ്ങനെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന അതിലെ ടാഗ്ലൈൻ വെക്കാൻ. ഇനി അടുത്തതായി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് നൂറിൻ ശരിയായിട്ട് മറുപടി പറയണമെന്നില്ല, എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചോദിക്കാം. അല്ലേ, എവിടെ ഞാൻ പോകുന്നത് മനസ്സിലായില്ലേ? അതേ പറയത്തുള്ളത്. അപ്പൊ ഞാൻ അതിന് ഇങ്ങനെ ചോദിക്കാം. എവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ധനഞ്ജയുടെ ഒരു സ്റ്റോറി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു കപ്പിൾ ഓഫ് മന്ത്സ് എഗോ. ലാലേട്ടൻ്റെ പടമെടുത്ത് അദ്ദേഹം സ്റ്റോറി ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ധനഞ്ജയ് ബബ്ബയുടെ ഡയറക്ടറായ സ്ഥിതിക്ക് നെറ്റിസൻസ് പറയുന്നു അദ്ദേഹം ഒരു ക്യാമിയോ റോളിൽ ഉണ്ടാകും. കാരണം നമുക്ക് ഒബ്വിയസ്ലി ദിലീപേട്ടൻ ആൻഡ് ലാലേട്ടൻ്റെ ഒരു കോമ്പിനേഷൻ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് നമ്മളെ പോലെ. അതെങ്ങനെയാണ്, നിങ്ങളൊരു സസ്പെൻസ് ആക്കി വെച്ചേക്കുവാണോ? അതാണ് ചോദ്യം. അങ്ങനെ ഞാൻ പറയില്ല. പണ്ട് ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചപ്പോ നമുക്ക് 5 മാർക്കിന് 10 പേജ് ഒറ്റ വാക്കിലൂടെ ഉത്തരമില്ല. അല്ല, എല്ലാവരുടെയും ആഗ്രഹമാണ് ഇപ്പം സിനിമയിൽ എല്ലാവർക്കും ഇപ്പം മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ, ഇഷ്ടപ്പെട്ടു, അവരെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ, പ്രോജക്റ്റിന്റെ ഭാഗമാവാന്നൊക്കെ പറയുന്ന ഒരു ആഗ്രഹമാണ്. സോ അതേ ആഗ്രഹം നമുക്കുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ കുറെ നാളായി പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ. അതിന്റെ ഒരു ഈ ആഗ്രഹിച്ച സംഭവങ്ങളുടെ ഡോട്ടുകളെല്ലാം ജോയിൻ ആവുകയാണെങ്കിൽ ആ ഡോട്ട്സ് ഒക്കെ ജോയിൻ ആവട്ടെ. അതെ, നമുക്ക് ആ ഒരു കോംബോ തരാനായി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ക്രൈം ഫയൽസിലേക്ക് ഇപ്പം ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെയും ഇന്ദ്രൻ സേട്ടൻ്റെയും ഒരു പെർഫോമൻസിനെ പറ്റിയിട്ടാണ്. ഇപ്പം നേരത്തെ പറഞ്ഞു ഇവർ സ്ക്രീനിൽ വർക്ക് ചെയ്തിരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ട ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങൾക്കൊരു ടേക്ക് അവേ എന്തായിരുന്നു അവരിൽ നിന്ന്? ഇനി അങ്ങോട്ട് നോക്കണേ, ഞാൻ അവിടെ തന്നെ തുടങ്ങാം. അല്ല, ഇന്നലെ അവരുടെ കൂടെ ആക്ച്വലി ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഐ ഫെൽറ്റ് ഇത്രയും ബോഡി ഓഫ് വർക്ക് വെച്ചിട്ടും ഹ്യൂമിലിറ്റി ദാറ്റ് ദേ ഹാവ്. പിന്നെ ഐ ഫീൽ എസ്പെഷ്യലി ആക്ടേഴ്സ്, ഈ കോമഡി ചെയ്യണ ആക്ടേഴ്സ്, അവർ ഡ്രമാറ്റിക് റോൾസ് വരുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വേറെ തരാം. ഐ ഫെൽറ്റ് ദാറ്റ്. പിന്നെ ജസ്റ്റ് ദിയർ ഹ്യൂമിലിറ്റി ഓഫ് ഇത്രയും പറഞ്ഞു, എത്ര 300 എന്തോ ചേട്ടൻ ഇന്നലെ പറഞ്ഞില്ലേ, ഒരു 300 പടം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും
ഇങ്ങനെ ഹമ്പിൾ ആയിട്ടിരിക്കുന്നത് മീൻസ് ശരിയാ. ദാറ്റ് ഫീലിംഗ് ഇസ് നൈസ്. എന്താ സെയിം ആണോ? സെയിം. ഈ ഉത്തരങ്ങൾ ഒരാൾ പറഞ്ഞിട്ട് കോപ്പി പേസ്റ്റ് അടിക്കാൻ പറ്റത്തില്ല. ഞാൻ ഉത്തരം കൊടുത്തല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ സീരിയസ് റോൾ അല്ല, രഞ്ജിത്തേട്ടൻ കോമഡി ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, അർജുൻ അധികവും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അപ്പം കോമഡി റോൾസ് ചെയ്യുന്ന ആൾക്കാർ സീരിയസ് ഇത് വരുമ്പോഴത്തേക്കും കാണാൻ രസമാണെന്ന് പറഞ്ഞു. ഇത് ഞാൻ നേരെ തിരിച്ചിടുകയാണെങ്കിൽ 3 റിവേഴ്സ്. അയ്യോ അതിന്റെ കഴിവുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് കിട്ടിയ അങ്ങനെ നോക്കാം കിട്ടുമ്പോ. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. ഡയറക്ടേഴ്സ് കാണുവാണെങ്കിൽ അർജുനെ നമുക്ക് അടുത്ത ഇതിനകത്തേക്ക് കാസ്റ്റ് ചെയ്താലോ? വേണ്ട. ഇവർ രണ്ടുപേരും ഇവരെ ക്യാരക്ടേഴ്സിനെ പറ്റി പറഞ്ഞില്ല അല്ലേ? പറഞ്ഞില്ല. പറയൂ. എന്റെ ക്യാരക്ടറിന്റെ പേര് CPO പ്രവീൺ. ഇതാണ് ഭാര്യയും ഭർത്താവെങ്കിലും കൂടുതൽ ടൈം ഞാൻ വർക്ക് വൈഫ്, വർക്ക് ഹസ്ബൻഡ് വൈഫ്, സ്ഥലത്തെ സെറ്റ്, വർക്ക് റിലേഷൻഷിപ്പ്, സാധാരണ ഓഫീസ് റൊമാൻസ്, സിറ്റുവേഷൻഷിപ്പ്. ഇനി മുന്നോട്ട് വണ്ടി പോകണ്ടല്ലേ? ഓക്കെ. സാധാരണ ഒരു SIയുടെ കൂടെ നടക്കുന്ന ഒരു കോൺസ്റ്റബിൾ എന്ന് പറയുമ്പോൾ എല്ലാ സിനിമയിലും സാർ അവിടെ ബോഡി ഉണ്ട്, സാർ അങ്ങോട്ട് പോയി, ഇവിടെ ഒന്നുമില്ല എന്ന് പറയേണ്ട റോളാണ് എപ്പോഴും വരുന്നത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ജനറലി കാണുന്നത്. പക്ഷെ ഇതിൽ ഒരു ഷെയ്ഡുണ്ട്, റൈറ്റിങ്ങിൻ്റെ ഇതാവാം, ഒരു ഷെയ്ഡുണ്ട്, കോൺട്രിബ്യൂഷൻസ് ഉണ്ട് കഥയിലും. അർജുൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ, അതായത് ഈ നോബിളിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ, ഇനിയിപ്പോൾ ആൾക്കാർ കണ്ടിട്ട് പറയണം. പക്ഷെ ഇതാണ് റൂള്. ഈ ഒരു സീരീസിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഒന്ന് ഡയറക്ഷൻ ഇസ് വെരി ബ്രില്യൻറ്റ്, സ്ക്രിപ്റ്റും സൂപ്പറാണ്. അതായത് എല്ലാ ക്യാരക്ടേഴ്സും, ഇപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ കൂടി അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഭയങ്കരമായിട്ടുള്ള, മേ ബി അതായിരിക്കും അതൊരു സീരീസ് ആക്കി ഇറക്കിയത്. 6 എപ്പിസോഡുള്ള അരമണിക്കൂർ സംഭവമാണെങ്കിലും സിനിമയാക്കാൻ പറ്റുമായിരുന്നിരിക്കാം. ബട്ട് സ്റ്റിൽ അതൊരു സീരീസ് ആക്കിയത് എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതുകൊണ്ടായിരിക്കും. ഐ തിങ്ക് യു വിൽ ഓൾസോ ബി ഹാവിങ് എ വെരി ഗുഡ് സ്പേസ് ടു പെർഫോം അല്ലേ? എൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാലും മറ്റേ ധ്യാനത്തിന് പോയി എന്ന് പറയാൻ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നിയത് ഒരു ഡോക്ടർ ക്യാരക്ടറാണ് ഇതിൽ ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്ക് ക്രൈം ഫയൽ സീസൺ 1 എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഒരു സിനിമയുടെ സ്ട്രക്ചർ പോലെ അല്ലല്ലോ. ഒരു സീരീസ് വരുമ്പോൾ നമുക്ക് ആ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഒരു ഹുക്ക് വേണം. ഒരു ഹുക്ക്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം നിർത്തിക്കളയും. ആസ് വലിയ കാര്യമായിട്ട് നമുക്കൊന്നും ഫീൽ ചെയ്തില്ലെങ്കിൽ. അത് ഭയങ്കര നല്ലതായിരുന്നു ഇതിൽ, കേരള ക്രൈം ഫയൽസിൻ്റെ സീസൺ 1. അപ്പോൾ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഇതിൽ എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ഇത്രേ പറയാൻ പറ്റുള്ളൂ. ഒരു ഡോക്ടർ രവീന എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഡോക്ടർ രവീന ഇസ് സീരിയസ്ലി ഹാവിങ് സംതിങ് ടു ഹൈഡ്. ആ ട്രെയിലർ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ഞാൻ ഒന്നിനോടും സഹകരിക്കില്ല എന്ന് പറയുന്നവർ തന്നെ കള്ളത്തരമാണ്. എന്തായാലും നമുക്കിനി കള്ളത്തരമില്ലാത്ത സത്യം മാത്രം പറയുന്ന ഒരു ഗെയിമിലേക്ക് പോകാം. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ഒരു ബൗളില്ലേ, ആ ബൗളിൽ നിന്ന് ഓരോ ചിറ്റ് വീതം എല്ലാവരും ഐശ്വര്യമായിട്ട് നല്ലപോലെ ഇങ്ങനെ ഷേക്ക് ചെയ്തിട്ട് എടുക്കുക. അല്ല, അത് എടുത്തിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ, അതല്ല എളുപ്പം. ഇപ്പൊ തുറക്കാൻ പാടില്ല കേട്ടോ. തുറന്നു നോക്കാൻ പാടില്ല. ഞാനത് വായിക്കാൻ പറ്റുന്നു. ഞാൻ വേണോ ഞാൻ എടുക്കണോ? ആരുടെ ബുദ്ധിയാ? എന്റെ ബുദ്ധി തന്നെയാണ്. മിക്കവാറും എന്റെ ബുദ്ധി തന്നെ എന്നെ എപ്പോഴും കുഴിക്കൊണ്ട് ചാടിക്കാറുണ്ട്. ഐഡിയ ആയിപ്പോയി. അതെ, നല്ലത് മാത്രം കിട്ടണേ. കാണും. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയോ? തുറക്കട്ടെ. ഇനി എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. തുറന്നു നോക്കിയിട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. എക്സ്ചേഞ്ച് ചെയ്യാൻ പക്ഷെ മറ്റൊരാളുടെ എന്താണെന്ന് കാണാൻ പാടില്ല. ഇനി എക്സ്ചേഞ്ച് ഇല്ല. അത് ഞാൻ തരുന്നത് ഇതാണ്. ആദ്യത്തെ മതി. അതിനകത്ത് വേണ്ട, അതോടെ മാറ്റി വെക്കട്ടെ. ഓക്കെ ഗൈസ്, ഇവിടെ വെച്ചാ കാണൂ. ഇല്ല ഇനി മാറ്റില്ല. അർജുൻ കള്ളക്കളിയില്ല. ഓക്കെ, തുടങ്ങാം. അർജുൻ തന്നെ തുടങ്ങിയല്ലേ അല്ലേ? ഓക്കെ,
സത്യം പറയാൻ എനിക്ക് ഏറ്റവും മോശം കിട്ടി അതായിരുന്നു എൻ്റെ ആയിരുന്നോ? ആയിരിക്കും അല്ലേ? താങ്ക്സ്. എനിക്ക് ഓർമ്മയില്ല. എന്താണ് ഉറക്കെ വായിക്കൂ? ഫസ്റ്റ് ഡേറ്റ് ഫസ്റ്റ് ഡേറ്റ് ഓർമ്മയില്ലാന്നോ? അല്ലെ കോളേജായിരുന്നു. ഐ സ്റ്റഡിഡ് ഇൻ എ ബോയ്സ് സ്കൂൾ. അപ്പോൾ പൂനെയിൽ പൂനെയിൽ 11th സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ കോളേജാണ്. 10th വരെയാണ് സ്കൂൾ. പിന്നെ 11th സ്റ്റാൻഡേർഡിലായിരുന്നു ഫസ്റ്റ് ഡേറ്റ്. That's too complicated. 10th വരെയുള്ള 11th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അല്ല ഇവിടെ ചിലപ്പോൾ ഇവിടെ 11th ഉം 12th സ്കൂളല്ലേ, അവിടെ 11th എന്ന് പറഞ്ഞ കോളേജാണ്. കോളേജാണ്. ഓക്കെ ഓക്കെ. സോ ഫസ്റ്റ് ഡേറ്റ്. ഓ അങ്ങനെ. ഞാനത് 11th എന്ന് പറയുന്ന കോളേജിന്റെ പേര്. അല്ലെ ഫസ്റ്റ് ഡേറ്റ് ആക്ച്വലി സിനിമയായിരുന്നു. ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം ഓഫ് ദ ഫിലിം. ബട്ട് സിനിമയ്ക്കാണ് പോയത് ഡേറ്റിന്. അതൊക്കെ ഓർമ്മിക്കണ്ടേ? എനിക്ക് ഓർമ്മ ഇംഗ്ലീഷ് പടമായിരുന്നു. അടുത്ത ചോദ്യം ചോദിക്കുന്നത് അതിന്റെ കഥയാണോ? അവൻ അറിയില്ല. അതല്ല, സാധാരണ ഡേറ്റിന് കോർണർ സീറ്റാണ്. എനിക്ക് ഫസ്റ്റ് ലവ് ആണ്. ആ ഫസ്റ്റ് ലവ്. നോക്കട്ടെ. എനിക്ക് ലവ് ക്രഷ് ഉണ്ടായിട്ടുണ്ട്. ലവ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. 2 മാസം 3 മാസം സ്കൂളിൽ പഠിക്കുമ്പോൾ അറ്റ് ദി ഏജ് ഓഫ് അല്ലെ ഏത് ക്ലാസ്സിലാണെന്ന് ഓർമ്മയുണ്ടോ? 10th. അത് ഞാൻ പറഞ്ഞു. ആ കാരണം അന്നൊക്കെ നമുക്ക് ഇഷ്ടമാണെന്ന് പറയാൻ പേടിയുണ്ടായിരുന്ന ഒരു സമയം. ഇൻ കേസ് ഇനി ആരെങ്കിലും എന്തെങ്കിലും ഇഷ്ടം തോന്നിയാലും അങ്ങനത്തെ ഒരു ഇപ്പോഴൊക്കെ കുട്ടികൾ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇഷ്ടമാണ് പറയും. സ്കൂളിലൊന്നും പഠിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ പറയൂല. ഞാൻ എന്റെ ഗ്രൂപ്പിലൊക്കെ നമ്മള് ഒന്ന് വീട്ടുകാരെ പേടിയാണ്, പിന്നെ സ്കൂളിൽ എന്താ വിചാരിക്കണം വിചാരിക്കാൻ നമ്മൾ പറയൂല. അതിന് ക്രഷ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ലവ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ലവ് ഫഹീം എന്നാണെങ്കിൽ നമുക്ക് പറയാം. ഫാഹിം 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 അല്ല തിരുത്തണ്ടേ ഇതൊക്കെ? അതാദ്യം എനിക്കൊരു സ്പ്ലിറ്റ് ഓഫ് ടങ് വന്നാ ഞാൻ വേണം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വിളിക്കാം. അത് നമുക്ക് ഡൗട്ടല്ലേ പറഞ്ഞേ? ഐ നോ യുവർ നെയിം. നൂറാന്നല്ലേ? എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, അവളെ നമ്മള് നൂറാന്നാ വിളിക്കുക. നൂറെന്ന് വിളിക്കാറില്ലേ ആൾക്കാര്? എനിക്കുണ്ട് ഒരു നൂറിൻ ആങ്കർ തന്നെയാ. അവളെ നമ്മള് നൂർ എന്ന് വിളിക്കും. എന്റെ ഫസ്റ്റ് ഹാർട്ട് ബ്രേക്ക് ആണ്. അതൊരു സുഖമല്ല. വേറെ എടുക്കണോ? വേണ്ട വേണ്ട, എനിക്ക് വേറെ ചേച്ചി അതെനിക്ക് കിട്ടിയതാ. ഒരു 5 വെച്ചിട്ട് സങ്കടമായി പോയി. ടിഫിൻ ബ്രേക്കാ. പക്ഷെ നല്ലായിരുന്നു, നല്ല സാധനം. മേലിലോട്ടുള്ളതൊന്നും പറയാൻ പറ്റില്ലേ? അല്ല 5 വെച്ചായിരുന്നു. മറ്റേ എന്താ പറയാ, ഇഷ്ടമുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് മാറിപ്പോയി, വേറെ ഡിവിഷൻ ആയിപ്പോയി. സ്വാഭാവികമായിട്ടും അതാണ് ഹാർട്ട് ബ്രേക്ക്. അത് ആദ്യത്തെ ഫസ്റ്റ് അല്ലേ ചോദിച്ചേ? അവിടെ എല്ലാം പറയാൻ പറ്റത്തില്ല, ഇതൊന്നും പോരാ. അതെ, അവിടെ നിന്ന് അങ്ങോട്ടല്ലേ? ഓക്കെ. അവിടെ എന്തോ കാര്യമായി കനത്തിലുണ്ട്. അത് മാറ്റി തരാൻ പറ്റുമോ? എന്താ ഞാൻ പറയണ്ടേ ഫസ്റ്റ് കിസിനെ പറ്റി? യു കെൻ ബി വെരി ക്ലെവർ ആക്ച്വലി. എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാനിതിന് മറ്റേ കുഞ്ഞുവാവനും ഉമ്മച്ചിണ്ടെന്ന് പറയാനായിരിക്കും, അതാണ് ഉദ്ദേശിച്ചത്. അല്ല, ചേച്ചിക്ക് അത് എടുക്കാൻ, അത് പറയാൻ പറ്റുമെങ്കിൽ യു ക്യാൻ സേ എപ്പോഴാണ് അല്ലെ മാറ്റിയെടുക്കാൻ. ഓഫ് കോഴ്സ് ബോയ് ഫ്രണ്ട് കിസ് ചെയ്തത് ഒബ്വിയസ് അല്ലേ? അതെന്താ എത്ര പറയാൻ? കഥയാ വേണ്ടേ? അത്ര ഡീറ്റെയിൽ ആയിട്ട് കഥ തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, ഏകദേശം ഒരു 10 വർഷത്തിന് മേലെ. 12. ആ പിന്നെ ആ അതെ, ഓഫ് കോഴ്സ് ആയിരിക്കും. നല്ല പ്രായമുണ്ട്. അപ്പൊ നമുക്കൊരു ഏർലി 2010s കൂടിയിട്ട് കൂട്ടാല്ലേ? 2013 ഒക്കെ ആയിരിക്കും. ആയിരിക്കും. ഓക്കെ. ഇനി അടുത്തത് എന്റെ സമാധാനം ഇത്ര മാറുന്നില്ല. അല്ല, അത് അതിന് കൂടുതൽ നമ്മളൊരു സത്യം പറയുന്നത് എഴുതിയല്ലടാ. ഏത് ബാക്കി ചുറ്റൂടെ എനിക്ക് തുറന്നു നോക്കാം, അത് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാം. ഓക്കെ. അടുത്തത് എനിക്ക് കിട്ടിയത് ഓണസ്റ്റ്ലി എനിക്ക് ഇതിന്റെ ഉത്തരം ഓർമ്മയില്ല. അതെ, ഫസ്റ്റ് ചിയേഴ്സ്. സത്യം പറ, നോക്കിയിട്ടല്ലേ എടുത്ത്? അല്ലല്ല, ദൈവമാണ് സത്യം, നോക്കാണ്ടാണ് എടുത്തത്. ഫസ്റ്റ് ചിയേഴ്സ് ആണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഓർമ്മയില്ല. അപ്പം വേണമെങ്കിൽ റീസെന്റ് പറയാം, അല്ലെങ്കിൽ വേറെ എടുക്കാം. അത് ഞാൻ നിങ്ങളിലേക്ക്. ഉണ്ടോ റീസെന്റ്? ഒരു 2 ആഴ്ച മുമ്പായിരിക്കും. ആ, അത്രയും ഗ്യാപ്പുണ്ട്. അതല്ലേ, 2 ആഴ്ച മുമ്പ്. ഓക്കെ.
അപ്പൊ അതൊക്കെ തന്നെ ആണ് ഗെയിം. ഇനിയൊരു 3-4 കൂടെ ബാക്കിയുണ്ട്. പക്ഷെ അത് ഇത്രയും കനമുള്ളതല്ല, നല്ല സാധനങ്ങളാണ്. പ്രശ്നക്കാരൊക്കെ ഇറങ്ങി കഴിക്കും. വേണ്ട പോയാലോ? സത്യമായിട്ട് നല്ല നല്ല പരിപാടിയാണ്. കുഴപ്പമൊന്നുമില്ല. ആ അതാണ് സ്പിരിറ്റ്. ഓക്കെ, 3 കൂടെ ഉള്ളൂ. ആ ഇവര് 3 എനിക്ക് കുറച്ച് കനത്തിലായോണ്ട് പ്രശ്നമാണോ വീണ്ടും? ആ സ്വീറ്റ്. ഓക്കെ പറയൂ. എന്താ ഞാനോ? പ്രശ്നമാണോ? നോക്കട്ടെ. ഒന്നുമില്ല, ഭയങ്കര സിമ്പിൾ. സിമ്പിൾ. ഓ ഓ ആരെ ആദ്യം കണ്ടത്? ഫസ്റ്റ് സാലറി. അത് പറ. ഫസ്റ്റ് സാലറി ഇതെങ്ങനെ കണ്ടുപിടിച്ചു? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കണ്ണ് കാണാൻ ചേട്ടാ. ഫസ്റ്റ് സാലറി ഫസ്റ്റ് സാലറി 5000 രൂപ. ആഹാ. ഞാൻ ഒരു IT പ്രൊഫഷണലായിരുന്നു. ആദ്യം കിട്ടിയ ജോലി 5000 രൂപയായിരുന്നു മാസം കിട്ടിയത്. അതിൽ തന്നെ ഞാൻ റേബാൻ ക്ലാസ് എടുത്തായിരുന്നു. 5000 രൂപ. സൂപ്പർ. ഓക്കെ, ഇനി ആരുടെ കയ്യില? നൂറിന്റെ കയ്യിലുണ്ട്. സെലിബ്രിറ്റി എൻകൗണ്ടർ. എനിക്ക് ഇഷ്ടം ഓർമ്മയില്ല. കാരണം എന്താണെന്ന് അറിയട്ടെ, ഞാൻ തുടങ്ങിയ ഡാൻസറിനാണ്. അപ്പോ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിരുന്നു. അപ്പോ ആ സമയത്ത് നമ്മള് എല്ലാ, അതായത് ഇപ്പോഴത്തെ ലീഡിങ് ആയിട്ടുള്ള നടന്മാരും എല്ലാവരും നമ്മളതിന്റെ ബാക്ക് ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വേണമെങ്കിൽ എനിക്ക് വേണ്ടി തോന്നുന്നു അനുപമ പരമേശ്വരൻ ആണോ? പ്രേമം ഇറങ്ങിയ സമയമാണെന്ന് തോന്നുന്നു. അതില് ബാക്ക്ഗ്രൗണ്ട് അതിന്റെ ഒരു Stage show. നമ്മൾ ആ മറ്റേ ആലുവ പുഴ സോങ് ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളിക്കാരി ആ ഷോയില് ഗസ്റ്റ് ആണ്. അപ്പം ഇങ്ങനെ അന്ന് ആ സമയത്ത് എന്തെങ്കിലും മലർന്നിപ്പം ആ ഒരു സാധനം ഉണ്ടല്ലോ മീരി. അപ്പൊ എനിക്ക് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് പ്രോപ്പർ ഒരു സെലിബ്രിറ്റി എൻകൗണ്ടർ അനുപമ പരമേശ്വരനാണ്. എനിക്കത് ആക്ച്വലി ഇപ്പോഴാണ് ഞാൻ അറിയണത്. ബാക്ക്ഗ്രൗണ്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഡാൻസറായിട്ടാ വന്നത്. ഓ വാട്ട് എ ഗ്രോത്ത് അല്ലേ അവിടെ നിന്ന് ടു എ സ്ക്രിപ്റ്റ് റൈറ്റർ. യു ആർ സോ പ്രൗഡ് ഓഫ് യു. ഏതൊക്കെ മൂവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ സ്റ്റേജ് ഷോസ് ആണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. മൂവീസ് ഡാൻസ് കളിക്കണമെങ്കിൽ നമുക്ക് മറ്റേ അസോസിയേഷൻ അങ്ങനെ കുറെ പരിപാടിയായിരുന്നു. അത്ര എളുപ്പ പരിപാടിയല്ല. ഞാൻ ഡാൻസർ ആയിരുന്നു. പിന്നെ ഡാൻസ് ടീമിലൂടെ ജോയിൻ ചെയ്തു. നമ്മൾ ഇതിനൊക്കെ ഷോസ് എല്ലാ പരിപാടികളും ഡാൻസറായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിരുന്നു. അങ്ങനെ പിന്നെ മോഡലിംഗ് ചെയ്തു. പിന്നെ ഇഷ്ടമായി അഭിനയിക്കാൻ വേണ്ടി ഇഷ്ടമാണ്. ഓഡിഷൻസ് കൊടുത്തു. ഇവിടെ പിന്നെ അങ്ങനെ തന്നെ പോട്ടെ. ഇനി അർജുന്റെ കയ്യിലാണ് ലാസ്റ്റ്. ഫസ്റ്റ് ടൈം ഓൺ സ്ക്രീൻ. യാ, ഫസ്റ്റ് ടൈം ഓൺ സ്ക്രീൻ ഫസ്റ്റ് ടൈം നമ്മൾ സ്ക്രീനിൽ ആദ്യമായിട്ടൊരു സ്ക്രീനില്. ഇറ്റ് കെൻ ബി സിൽവർ സ്ക്രീൻ ഓർ മിനി സ്ക്രീൻ, ബിഗ് സ്ക്രീൻ, എന്തും ആകാം. ഫസ്റ്റ് ടൈം ഓൺ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് വൺ ഓഫ് മൈ സ്ട്രോങ്സ്റ്റ് മെമ്മറീസ് ഞാൻ ഫസ്റ്റ് എൻ്റെ പടം അന്ന് ചെയ്തത് ശ്രീലാൻസർ എന്ന് പറഞ്ഞൊരു ഇൻഡിപെൻഡൻറ്റ് പടമായിരുന്നു. സോ അതിൻ്റെ സെൻസർ ചെയ്യാൻ പോയപ്പോൾ വി വെൻറ്റ് ടു ദ സെൻസർ ബോർഡ് ഓഫീസ് ഇൻ ബോംബെ. അപ്പോൾ ഞാൻ ആ മറ്റേ പ്രൊജക്ഷൻ റൂമിൽ പോയി. ഐ സോ മൈ സെൽഫ് ഓൺ ദ സ്ക്രീൻ ഫോർ ദ ഫസ്റ്റ് ടൈം. ബിക്കോസ് അവർ ഈ ജൂറി ഒരു 5-6 പേര് അവിടെ തിയേറ്ററിൽ ഇരുന്നാണ് അവർ കാണുന്നത്. ആൻഡ് സോ ദാറ്റ് വാസ് എ ബിഗ് തിങ്. Like first through projection screen to see yourself on a big screen. അത് പറഞ്ഞ ചേച്ചിയുടെ കണ്ണ് നിറയുണ്ടല്ലോ ചെറുതായിട്ട്. എനിക്ക് തോന്നിയതാണോ? തോന്നിയതാ. എനിക്ക് ആക്ച്വലി ഐ ഫീൽ ബാഡ്. ഇവർക്കൊക്കെ 2 കിട്ടി. ചേച്ചി ഇല്ല എനിക്ക് അങ്ങനെ ഫസ്റ്റ് സാലറി, സെലിബ്രിറ്റി എൻകൗണ്ടർ ഇഷ്ടമുള്ളവരെ ചൂസ് ചെയ്യാം. കനത്തിലൊന്ന് കിട്ടിയതിന്റെ ഒരു ഇതായിട്ട് ഞാൻ ഇഷ്ടമുള്ളത് പറയാം. ഫസ്റ്റ് ആഡ് ബ്രേക്ക് ഫസ്റ്റ് സാലറി അല്ലെങ്കിൽ ഫസ്റ്റ് സെലിബ്രിറ്റി എൻകൗണ്ടർ പറയണോ, ഫസ്റ്റ് ടൈം ഓൺ സ്ക്രീൻ പറയണോ? എനിത്തിങ് യു കൻ ടോക്ക് അബൌട്ട്. ഫസ്റ്റ് ടൈം ഓൺ സ്ക്രീൻ വാസ് ചാനലിൽ ഞാൻ ആങ്കറിങ് ചെയ്യായിരുന്നു. ഐ റിമെമ്പർ. സോ കൈരളിയിലാണ് ഫസ്റ്റ് വരുന്നത്. ഒരു മോർണിംഗ് ഷോ ആയിരുന്നു. സന്തോഷ് പാരീനേക്ക് ഓർമ്മയുണ്ടാവും. പാരിയായിരുന്നു കോ ആങ്കർ. അപ്പം ഒരു മോർണിംഗ് ഷോ ശുഭദിനം എന്ന് പറഞ്ഞിട്ട്, അതാണ് ഫസ്റ്റ് ടൈം ഓൺ സ്ക്രീൻ. ചേച്ചി 1TV ആങ്കർ ചെയ്തിട്ടില്ലേ? ലാൽ ജോസ് സാർ ഉണ്ടായിരുന്നു അല്ലേ? യെസ്, ഞാൻ പൃഥ്വി ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. കോളർ ഷോസും ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. സമയത്തില്ല, പക്ഷെ 1TV വെരി വെൽ റിമെമ്പർ. ഞാൻ ഈ ഓണം അങ്ങനെ എനിക്ക് തോന്നുന്നൊരു ഓണം എങ്ങാനാണ് ഞാൻ അയാളും ഞാനും തമ്മിലുള്ള സെറ്റിൽ പോയിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് ലാൽ ജോസ് സാറിന്റെ റിയാലിറ്റി ഷോയിലാണല്ലോ ഞാൻ ആസ് ഇൻ ആക്ടിങ് തുടങ്ങുന്നത്. അപ്പോൾ ലാൽ ജോസ് സാറുമായിട്ട് നല്ല കണക്ഷൻ ആയിരുന്നു. ആ സമയത്ത് 1TV യുടെ ഹെഡ് സാറായിരുന്നു.
ഓഹോ അങ്ങനെ അല്ലേ? ഓ നൈസ് നൈസ്. ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരു അന്ന് ആങ്കർ ഇന്നൊരു ആക്ടർ ഒരു പേഴ്സൺ ആണ് ചേച്ചി. ദ വേ ഷീ ക്യാരി ഹെർ സെൽഫ് ഇസ് സോ അഡോറബിൾ. താങ്ക് യു. ഒരിടയ്ക്ക് ഒരു ബ്രേക്ക് വന്നിട്ട് പിന്നീട് ചേച്ചിനെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് അത് യുനോ ആ ഒരു കംബാക്ക് എസ്പെഷ്യലി ടു എ മീഡിയ ഇൻഡസ്ട്രി ഇസ് നോട്ട് വെരി ഈസി. ചേച്ചിക്ക് എവിടെ നിന്നായിരുന്നു ആ ഒരു കോൾ ആൻഡ് ആ ഒരു ധൈര്യം? ആക്ച്വലി ആങ്കറിങ് ഞാൻ ഒരു സമയത്തും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്തൊരു കാര്യമല്ല. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓഫേഴ്സ് വന്നു ആൻഡ് എനിക്ക് ആൾക്കാരൊക്കെ പ്രോസസ്സ് അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്, ആക്ടേഴ്സിൻ്റെ ഒക്കെ. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ആൾക്കാരുടെ ഈവൻ നമ്മുടെ ഇൻഡസ്ട്രിയിലല്ലാണ്ട് വേറെ സൗത്തിൽ തന്നെയുള്ള ഇൻഡസ്ട്രിയിലെ ആൾക്കാരൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ജയം രവി, വിക്രം, കമലഹാസൻ, അങ്ങനെ കുറേ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ബേസിക്കലി ചോദിക്കുക എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, ഇങ്ങനെ അതറിയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അതായിരുന്നു വൺ ഓഫ് ദ മെയിൻ റീസൺസ്. ഐ എം നോട്ട് വെരി ഗുഡ് അറ്റ് ഹാൻഡ്ലിങ് സ്റ്റേജ്. എനിക്ക് കുറച്ചും കൂടെ 1-to-1 ടോക്കാണ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് ആങ്കറിങ് ചെയ്തത് ആ സമയത്ത്. പക്ഷേ സിനിമകൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ അത്രയും ഒരു കംഫർട്ടബിൾ സ്പേസ് ആയിരുന്നില്ല. ആസ് ഇൻ നമ്മൾ ഓൺ സ്ക്രീനിൽ കണ്ടിട്ട് ഓഫേഴ്സ് വരും, പക്ഷെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളോട് പറഞ്ഞതായിരിക്കില്ല നമുക്ക് ചിലപ്പം ക്യാരക്ടർ ചിലപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. അപ്പം ഞാനാണെങ്കിൽ ഓൾറെഡി പഠിക്കുന്നുണ്ട്, കൂടെ ആങ്കറിങ് ചെയ്യുന്നുണ്ട്, അതല്ലാണ്ട് എൻ്റെ പഠിത്തം റിലേറ്റഡ് സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് അങ്ങനെ വെറുതെ കളയാൻ സമയം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഓക്കെ, അങ്ങനെ ഒരു എന്തെങ്കിലും ചെയ്യാനില്ലാതെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഐ ആക്ച്വലി ടുക്ക് എ ബ്രേക്ക്. പിന്നെയാണ് കക്ഷി അമ്മിണിപ്പിള്ള വരുന്നതും. സോ കക്ഷി അമ്മിണിപ്പിള്ള ഈ പറഞ്ഞതുപോലെ ഞാൻ പോയപ്പം ബാഹുലിനെ അങ്ങനെയാണ് എനിക്ക് അറിയുന്നത്. ബാഹു, ദിഞ്ചിത് സാറ്, സനലേഷ് ചേട്ടൻ ഇവരൊക്കെ ആയിരുന്നു. അപ്പം നമുക്കൊരു 3-4 പേരുടെ ഇടയ്ക്കിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര പാഷനേറ്റ് ആണ്, എത്ര നന്നായിട്ട് അവർക്ക് ഇത് വർക്ക് ചെയ്യണം. അപ്പം അത് പെട്ടെന്ന് നമുക്ക് ആ വൈബ് കിട്ടും. അങ്ങനെയാണ് അത് പിന്നെ അതിനു വേണ്ടിയുള്ള മേക്ക് ഓവർ ഒക്കെ ചെയ്ത് ആ മൂവി ചെയ്യുന്നത്. അത് ഇപ്പോഴും എൻ്റെ ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൂവിയാണ് സോയ. അപ്പം എന്തായാലും കേരള ക്രൈം ഫയൽസ് ഇസ് കമ്മിങ് ടു യു. സീസൺ 2 ഇതാ ഇവരും ഉണ്ടാകും നിങ്ങളുടെ ഭാഗം ആയിട്ട്. അപ്പം SI നോബിൾ, സ്റ്റെഫി, CPO പ്രവീൺ ആൻഡ് ഡോക്ടർ രവീനെ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, കാരണം കാര്യമായിട്ട് ക്യാരക്ടറെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ജിയോ ഹോട്ട്സ്റ്റാറിൽ ആരും കാണാൻ മറക്കണ്ട. താങ്ക് യു ഗൈസ്. താങ്ക് യു സോ മച്ച്.